ഇവിടെ വണ്ടി വന്നിരിക്കുന്നു. ഓ, ആസ്വദിക്കുക, എൻജോയ് ചെയ്തിട്ടേ. കണ്ണൂർ കാൽടെക്സ്, അതായത് ചായ കുടി. കാൽടെക്സ് ജംഗ്ഷൻ. മാക്കി എത്തിയിരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്? മാഹിയിൽ നിന്നുള്ള എണ്ണയടി, മാഹിയിൽ നിന്നുമുള്ളൊരു എണ്ണയടി. വണ്ടി ഇത് വീഡിയോ എടുക്കുന്ന കണ്ണിന്. In 400 meters, keep left. റൗണ്ട് ഫുഡിന്റെ ഹോട്ടൽ. വലിയ അടി തട്ടും അവിടെ ഉള്ളിൽ. അതിലേക്ക് ഒരു ഒറ്റ വഴിയുള്ളൂ, ഇന്നോട്ടൊക്കെ ആയിട്ട്. വളഞ്ചേരി ടൗണിൽ നടക്കുന്ന റൈറ്റിലേക്ക് അല്ലേ? അങ്ങനെ ഒരാളെങ്കിലും ഉണ്ടല്ലോ കൂടെ. സ്ഥലം മുളയങ്കാവ് ജംഗ്ഷൻ. മുളയങ്കാവ് ജംഗ്ഷൻ. ഈ ഒരു ലോറി കാരണം നമുക്ക് ഒരു രക്ഷയില്ലല്ലേ? ഇത് ചെർപ്പളശ്ശേരി അല്ലേ? ചെർപ്പളശ്ശേരി. ചെർപ്പളശ്ശേരി ടൗൺ ജംഗ്ഷൻ. ടൗൺ ജംഗ്ഷൻ വീതിയുള്ള ടൗൺ അല്ലേ? ഇതുവരെ മുന്നേ കണ്ടതിന് അപേക്ഷിച്ച് കുറച്ചും കൂടെ ഒരു വീതിയുണ്ട്. ചെർപ്പളശ്ശേരി അത്യാവശ്യം നല്ലൊരു വലിയ ടൗൺ തന്നെയാല്ലേ? ആലക്കോട് ടൗൺ പോലത്തെ. അതിലും വരിക ആലക്കോട്. ആലക്കോടോ? ആലക്കോട് മലപ്പുറമേനേക്കാളും വലുതാണ്. മലപ്പുറം കാണാട്ടോ. എനിക്കറിയത്തില്ലായിരുന്നു. എന്തായാലും ഞാനും വന്നു. കള്ളസംഘം 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 ഓട്ടോറിക്ഷ പെട്ടിയോട്ടൊക്കെ പോകുന്നു. നേരെ വണ്ടികൾ അങ്ങനെ പോകുന്നു. എന്ത് ചെയ്യാ? കോക്കാടാണോ കോങ്ങാടാണോ? കോങ്ങാട്. കോങ്ങാട് ജംഗ്ഷൻ. കോങ്ങാട് ജംഗ്ഷനാ? കോങ്ങാട്. ഷൂട്ട് ചെയ്യുന്നേ? പോയിന്റ് 6-ലാണോ ഷൂട്ട് ചെയ്യുന്നത്? അല്ല, ഇത് പിന്നെ പറഞ്ഞു വെറുതെ ആയിരുന്നു. അല്ല, കോങ്ങാട്. കോങ്ങാട് കഴിഞ്ഞില്ല. മുണ്ടൂർ. മുണ്ടൂർ. ആ, മുണ്ടൂരിൽ പോയ മുണ്ടൂരില്ല.
ഇവിടെ മുണ്ടൂർ മോഡൽ പെട്ടു ഗൈസ്. പൂച്ചിറയിൽ പെട്ടു. പൂച്ചിറയിൽ പെട്ടു. പൂച്ചിറ എവിടെയാ? പാലക്കാടിന്റെ തൊട്ട് മുമ്പുള്ള സ്ഥലം. പെട്ടു. വൻ ബ്ലോക്ക്. പാലക്കാട് നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. സുഹൃത്തുക്കളെ സ്റ്റമ്പ് വരരുത്, സ്റ്റമ്പ് വരാതെ എടുക്കാം. ഇത് നേരെ മുന്നോട്ട് പോകുന്നത് കോയമ്പത്തൂർ കോവൈ. ഇവിടുന്ന് റൈറ്റിലേക്ക് നമ്മൾ പൊള്ളാച്ചിക്ക് തിരിയാണ്. പൊള്ളാച്ചി വഴി പളനിയിലൂടെ നമ്മൾ തിരിയാണ്. പണ്ട് രാത്രിയിൽ നമ്മളൊക്കെ ഈ കുട്ടികളെ കൊണ്ട് ടൂർ വരുമ്പോൾ ഇവിടെ വന്നിട്ടാണ് ചായ കുടിക്കുക. രാത്രി ഇപ്പൊ ഇവിടെ ഒരു 11:30 1 മണി ആ സമയത്തൊക്കെ ഇവിടെ എത്തുക. 11 മണി 1 മണി 12 മണി 1 മണി ആ സമയത്തൊക്കെ ഇവിടെ എത്തുക. ഇവിടുന്ന് ചായക്കടകളിലുണ്ടാവും ആ സമയത്ത്, തട്ടുകടകളിലുണ്ട്. ചായ മേടിച്ച് കുടിച്ച് ഇനി മുഴുവൻ നോക്കി മമ്മി വാളംപുളിയുടെ മരങ്ങളുണ്ടാവും. ഇത് പുളിമരങ്ങളാണ്, നിറയെ കായ് ഉണ്ടാവും. തൊഴിലുറപ്പ് ഇരിക്കുന്ന പോലെ അമ്മ സഹായിച്ചു കൊടുക്കും. പാലക്കാടല്ലേ? പാലക്കാട്. ആ വീഡിയോ ഉണ്ട്, വീഡിയോയിലുണ്ട്. പാലക്കാട്. പാലക്കാടിനത് കഞ്ചിക്കോടല്ലേ? കഞ്ചിക്കോട്. പിള്ളേര് ഏത് നാട്ടിലുണ്ടെന്ന് വെച്ചാല് അവരേതോ നാട്ടിലുണ്ട്. അത് അങ്ങ് പോയിട്ടുണ്ട്. അങ്ങ് അകലെ അവരെ കാണാം. അതേ വരുന്നു പിള്ളേര്. നല്ല രസമുള്ള വൈബുള്ള സ്ഥലം. പണിക്കാർ ഇരിപ്പുണ്ട്. ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചല്ലേ? Head south, then make a U-turn. ഇനി കൊറേ വണ്ടിയുടെ കിട്ടും. വണ്ടിയുടെ കുണ്ടി കിട്ടും. വണ്ടിയുടെ കുണ്ടി എടുക്കാൻ കിട്ടും. നമ്മൾ 5 മിനിറ്റിനുള്ളിൽ ബോർ എത്താൻ പോവുകയാണ് അല്ലെങ്കിലേ. പൊള്ളാച്ചി ഇപ്പൊ എത്തും. തൊട്ടടുത്ത് ബോർഡർ കയറാൻ പോവാണേ. ബോർഡറിലെത്തി ഇതാണ് തമിഴ്നാട് ബോർഡർ. ബോർഡർ കയറി ഡോട്ടറിലോട്ട് പോയി. നമ്മൾ തമിഴ്നാട്ടിലെത്തിട്ടാ. തമിഴ്നാട്ടിലും പൊള്ളാച്ചിക്ക് 15 കിലോമീറ്റർ. താങ്ക് യു വിസിറ്റ് ഒക്കെ കണ്ടില്ലേ? അതാണ് നമ്മള് തമിഴ്നാട്ടിലെത്തി. നിന്റെ കളിയെല്ലാം കേരളത്തിൽ നടക്കുള്ളൂ. ധൈര്യമാണ് ഇന്ത്യയിലോട്ടാ. ഗോപാൽപുരം സ്ഥലത്തേക്ക് നമ്മളെത്തി. ടെസ്റ്ററേട്ടാ പോകും. നമുക്ക് നേരെയാണോ പോണ്ടേ? എങ്ങോട്ടാ പോണ്ടേ? നമുക്ക് നേരെ കേട്ടോ. നേരെ കുടം കച്ചവടം ഇവരുടെ മെയിൻ പരിപാടിയാണ്. കുടം കച്ചവടം. നമ്മളെ കേരളം വിട്ടപ്പോഴേക്കും അതിന്റെ ഭംഗി നോക്കി. അതാണ് റോഡിന്റെ സ്റ്റൈല് മാറിയതുണ്ടാവും. കേരളം വിട്ടു. ഗോപാൽപുരം അല്ലേ? കേരളം വിട്ട് ഫ്രണ്ട് റോഡ് ഇങ്ങനെ പിടിച്ചു. 1 കിലോമീറ്റർ കഴിഞ്ഞില്ല. അതിന് മുമ്പ് നേരെ വളഞ്ഞേക്കുന്നത് ചേച്ചി. ഒരു ചുറ്റി കിട്ടോ? മീനാക്ഷിപുരം അത് ചേച്ചിയല്ല, ചേട്ടനാ. താടി മീശൊക്കെ. ചെക്ക് പോസ്റ്റ് ആട്ടോ ഇതിപ്പോ കടന്നത്. ചെക്ക് പോസ്റ്റിന്റെ വേറെ ലെയർ ഉണ്ടാവൂലോ. എക്സൈസ് ചെക്ക് പോസ്റ്റ്, വേറെ ചെക്ക് പോസ്റ്റ്, അങ്ങനെ കുറെ ചെക്ക് പോസ്റ്റ്. ഗോപാൽപുരം. വാളയാറ് അപ്പുറം വഴി നമ്മൾ അങ്ങോട്ട് കോയമ്പത്തൂർ പോകുമ്പോഴാണ്. ഇത് കോയമ്പത്തൂരല്ല, നമ്മൾ പൊള്ളാച്ചിക്ക് തിരിഞ്ഞുകൊണ്ട് ഗോപാൽപുരം ചെക്ക് പോസ്റ്റാണ് നമ്മളിവിടെ. ഇതാണ് ചെക്ക് പോസ്റ്റ്. ചെക്ക് പോസ്റ്റ് പൊള്ളാച്ചി താലൂക്ക് പോലീസ് സ്റ്റേഷൻ. തെങ്ങുന്തോപ്പം ഇഷ്ടപ്പെട്ടില്ല. ഇത് തന്നെ കൃഷിയാണ് അപ്പൊ ഇത് ലെഫ്റ്റ് അല്ലല്ലോ.
ഉള്ളിയായിരിക്കും. വെളുത്തുള്ളി നമ്മളത് വെളുത്തുള്ളിയോ സവാളയോ ആയിരിക്കും. ആ തെങ്ങിനൊക്കെ എന്നാ കായല്ല മീ നിറയെ തേങ്ങ. റൊയ്യെന്ന് പറഞ്ഞാൽ അറിയാം. ഇച്ചിരി പോലും കുറവില്ല. ഇത് നോക്കങ്ങോട്ട് ആ അതെ, ആ തെങ്ങിലോട്ട് നോക്കിയേ നീ എന്റെ അമ്മ ഉണങ്ങിയ തെങ്ങല്ലേ എടുക്കുക ഷൂട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞു. കഥയാണ്. അതൊക്കെ ഒരാള് കപ്പ കൃഷി കാണാൻ നല്ലൊരു ഭംഗിയല്ലേ അല്ലേ? എന്നാ മേക്കിങ്ങ അടുത്തടുത്ത് ചുമ്മാ പാകി പോലെ റൈറ്റ് സൈഡ് നോക്കിടി. തേങ്ങത്തോപ്പിന്റെ ഒരു ഭംഗിയുണ്ട്. കാടും പടലൊന്നും ഇല്ലാതെ നടക്കാനെടുക്കാനൊക്കെ ഒരു ഭംഗിയായിട്ട് അങ്ങനെ വേണം മെയിൻറ്റെയിൻ ചെയ്യാൻ. നമ്മൾ പൊള്ളാച്ചി എത്താൻ ഏകദേശം ആയി തോന്നുന്നു. ഇപ്പൊ എത്തും. പൊള്ളാച്ചിയിലല്ല, പൊള്ളാച്ചിയിലെ കാസർഗോഡ് എന്ന് പറഞ്ഞിട്ട് കാസർഗോഡ് തന്നെ ഹോട്ടൽ. ഇതെന്നാ വണ്ടിയാടി ഇത് ഇരിക്കുന്നത്? ഇത് വെള്ളം കൊണ്ടുവന്ന് അതിന്റെ വണ്ടിയില് ഓസും പൈപ്പ് ലൈൻ വലിച്ചത്. നമ്മള് പൊള്ളാച്ചിയിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങോട്ട് റൈറ്റിലേക്ക് പോകാനുള്ള വരുന്നുണ്ട്. റൈറ്റ് ഒരു 500 മീറ്റർ കഴിയുമ്പോ റൈറ്റിലേക്ക് പോകണം. പോട്ടെ പോട്ടെ പോട്ടെ. ചേട്ടാ എന്താ ചേട്ടാ കരിക്കൂടിയാ കുമാരൻ മെയിൻ പരിപാടി. എനിക്ക് മേടിക്കാൻ ഇഷ്ടം പോലെ തേങ്ങയുണ്ട്. തെങ്ങോട്ടുള്ളൂ റൗണ്ട് പോയിട്ട് കൊടുത്തിട്ട് റൈറ്റിലോട്ടല്ലേ? അങ്ങോട്ട് റൈറ്റ് ആ വഴി. ചേട്ടാ റൈറ്റ് വഴി ചേട്ടാ. സ്ട്രൈറ്റ് 1 കിലോമീറ്റർ കഴിയുമ്പോൾ വീണ്ടും റൗണ്ട് പോയിട്ട്. റൗണ്ട് അല്ല, റൗണ്ട് പോയിട്ട് ഇനി ഉണ്ടാവും. അപ്പൊ സ്ട്രേറ്റ് പോകണം അല്ലേ? ഇതാണ് പൊള്ളാച്ചി ടൗൺ അല്ലേ? പൊള്ളാച്ചി കുറച്ചുകൂടെ അടുത്ത് പിടിക്കും. ഇതിന്റെ ഫ്രെയിംസ് ഒന്നും വരട്ടെ. വണ്ടിയുടെ ഒരു ഫ്രെയിംസും വരാതെ കുറച്ചുകൂടെ ഷെയ്ക്ക് ആയിരിക്കും. കൈ പൊക്കി പിടിച്ചാണ് കളിക്കുന്നു. വേണ്ട, ഇത് എന്തൊക്കെ ബിൽഡിംഗ് അല്ലേ? മുന്നോട്ട് പിടിക്കും. ഇത് റൈറ്റ് സൈഡിലെ മഞ്ഞ കളർ ബിൽഡിംഗ് എന്താ? എൻസി കണ്ടോടി. മിനിസ്റ്റർ വൈറ്റ്, പ്രൈഡ് ഓഫ് നേഷൻ. അതിന്റെ അടുത്തത് സംതിങ് കോൾഡ്. ഇനി മാത്രം ദൈവം ഈ ഹിന്ദുക്കൾക്ക് 30 മില്യണിലധികം ഇതുണ്ട് നിയമങ്ങൾ. നല്ല എന്തിരി കാട്ടറ ഏതാണ്ടൊക്കെ ദൈവം ഉണങ്ങിപ്പോലോ. അടക്കെ ഉണങ്ങിയ പോലെ ഉണങ്ങിപ്പോലോ. തിരിച്ചു വരുമ്പോഴേക്കും കരിഞ്ഞിരിക്കും. നിങ്ങളുടെ ഫ്ലൈറ്റ് നേരെ പോട്ടെ. അതായത് താഴേക്ക് ഇറങ്ങരുതെന്ന് ഹൈവേ തന്നെ കണ്ടിരിക്കും. അങ്ങനെ പറയാനുണ്ടോ? കൊറേ വിൻഡ് മില്ലുണ്ട്. അതിലൊന്നാണ് അവിടെ കാണുന്നത്. കറങ്ങുന്നില്ലല്ലോ സാധനം. ഉണ്ട്. അപ്പുറത്ത് കറങ്ങുന്നുണ്ട്. എന്തുകൊണ്ടോ മീ അത് ഇറങ്ങുന്നുണ്ട്. കാറ്റടിക്കാത്തോണ്ട് അന്നത്തെ കറങ്ങുന്നുണ്ട്. കാറ്റടിക്കുന്നോട് കറങ്ങുന്നുണ്ടോ, കാറ്റില്ലാത്തത് കറങ്ങുന്നില്ല. നോക്കിയോ മീ എത്ര നോക്കി. ഇത് ഒരു ട്രക്കിൽ ഒരെണ്ണേ പോവുള്ളൂ. അങ്ങനെ ഒരു ലീഫ് അത്രയും വലുതായത്. നാട് മുഴുവൻ എന്തുമാത്രമാണെന്ന് നോക്കി. എത്ര ഇലക്ട്രിസിറ്റി ഈ സ്ഥലത്തേക്ക് പകർത്തുന്ന ഒരു ചെറിയ മോട്ടർ. അപ്പൊ നോക്കി കറങ്ങുന്നുണ്ടോ? കണ്ണാ ഇവിടെ പിൻപില് കറങ്ങുന്നില്ലേ? ഇതിന്റെ സംഭവം എങ്ങനെയാണല്ലോ എന്താ പറഞ്ഞേ? വലിയ സാധനം ഇതുപോലെ കടന്ന് കറങ്ങുമ്പോ ചെറിയ മോട്ടർ ഹൈ സ്പീഡിലും കുറേ തവണയും കറങ്ങും. അപ്പൊ കുറേ എനർജി പ്രൊഡ്യൂസ് ആവും.
നമ്മുടെ കാറും വലിയ വിൻഡ് മിൽസും. നമ്മളീ പൂക്കോൺ അതിന് പിന്നെ ഇറക്കിയപ്പുറം മേടിച്ചു പറഞ്ഞ് നമുക്ക് ആ പൂക്കോൺ ഒരെണ്ണം മേടിക്കണം. അതിന് പൂക്കോൺ അങ്ങനെ എങ്ങാണ്ടായിരുന്നു. പിന്നെ നിന്റെ അത്രയുള്ളൂ. അങ്ങേറ്റം അല്ലെങ്കിൽ ഇങ്ങേറ്റം കോൺസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. ചുമ്മാ അങ്ങ് നിൽക്കുക. ഒരു ഭംഗിയില്ലാത്ത വീടുകള്. വീടുകളെ അതിന്റെ മണ്ട കാണുമ്പോൾ ഒരു പൂർണ്ണത എത്താത്തൊരു സൈഡൊക്കെ നേരെ എഡ്ജ് കട്ടായതുണ്ട്. അതിലൂടെ മഴ കുറവായിട്ടുണ്ട്. ചാറ്റിലടിച്ച് ഭിത്തിയോട് വീഴുന്ന വിഷയമോ പാനത്തിറങ്ങുന്ന വിഷയം. നിനക്ക് 2 പോയിന്റ്, എനിക്ക് 1 പോയിന്റ്. എന്തോ നീ 2 കളി ജയിച്ചു, ഞാൻ 1 കളി ജയിച്ചു. വയസ്സിക്കുള്ളൂ കേട്ടോ. നേരത്തെ ലൈറ്റിംഗ് ഒന്നും ശരിയില്ല. ഇത് പളനി വഴിയല്ലേ? ഇതെല്ലാം മമ്മി മുഴുവൻ പുളിമരങ്ങളാ. ഇത് തണലാണ്. മര 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 മല 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 കറക്റ്റ്. അത് കഴിഞ്ഞൊരു സീൻ. ഇത് ഫുള്ള് സീൻ ചേട്ടാ. ഇന്ത്യയിലെ നമ്മളേക്ക് പോകുന്ന വഴി ഒരു എവിടെ എത്തിയപ്പോ ഈ ഒന്നൊക്കെ തിരിച്ചില്ലേക്കോ കാലം. പിന്നെയാണോ എന്നെ എടുക്കൂല. എനിക്ക് ഇത് പളനിന്ന് നമ്മള് കൊടൈക്കനാലിലോട്ട് കയറുന്ന ചുരത്തിന്റെ ആദ്യത്തെ കാഴ്ചകളാ. എടി ഇവിടെ ഇതുണ്ടോ നോക്കിയടി. ഈ കടയില് നമുക്ക് ദഹിക്കാൻ പറ്റുന്ന സാധനം പപ്പായ ഉണ്ടോ അല്ലേ? പപ്പായ ഇല്ല, മാംഗോ ആണ്. പിന്നെ ഇതാണോ ഓറഞ്ച് ആണോ? അങ്ങോട്ട് യാത്ര തുടങ്ങി. ഇനി ഇതിനെ നമ്മൾ ചുരം തുടങ്ങാം കേട്ടോ. മുന്നില് കുതിരയല്ല, പോണി എന്ന് പറയുന്നത്. പോണി എന്ന് പറയും. കൊടൈക്കനാലിലേക്കുള്ള വെൽക്കം ഇതാണ്, വെൽക്കം ബോർഡ്. ഈ സൈഡിലുള്ള മല കണ്ടോ നിങ്ങൾ? വെർട്ടിക്കലായിട്ട് നിൽക്കുന്നത് സൂയിസൈഡ് പോയിന്റ് അത് അവിടെ വരുന്നത്. ഇത് ഇപ്പിളുമാരെ വീഡിയോ എടുത്ത് കൊടുത്താൽ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇവിടുന്ന് ഇതിങ്ങനെ കൈവിട്ടോ. ഇത് നമുക്ക് പളനി നിന്നുള്ള ചുരം കയറാൻ തുടങ്ങുകയാണ്. നമ്മൾ ഇനി അങ്ങോട്ട് കൊടൈക്കനാലിലുള്ള ചുരം കയറി തുടങ്ങുക. പ്രിൻസസ് ഹിൽസ് കൊടൈക്കനാൽ വെൽക്കം ചെയ്യും. പോത്ത് 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 പോത്തിന്റെ സ്വഭാവം കാണിക്കുന്നുണ്ട്. കയറുവോ? ഒരു കഴകത്തില്ലാത്ത ഐറ്റംസ്. കൊടൈക്കനാലിലേക്കുള്ള കയറ്റം തുടങ്ങുകയാണ്. ചുരം തുടങ്ങി. ഇത് താഴോട്ട് കാണുന്നത്
പളനിയുടെ അടുത്തുള്ള തടാകമാണ്. കൊടൈക്കനാലിലോട്ടുള്ള വഴി അല്ലേ? കൊക്ക. ഇതിനകത്ത് ക്യാമറയ്ക്കകത്ത് ഒന്നും കിട്ടില്ല അല്ലെ? വെറുതെ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് ഒരു പവറൊന്നും. ഇതാ പാവം പേടിച്ചു തൂറി വരുന്നുണ്ട്. പേടിച്ചു തൂറി. ഇത് താഴെ ഒരു കൊങ്ങൻ. ഒരു കൊങ്ങച്ചൻ. ഇതാണ് ഇന്ത്യയുടെ ഒരു ഏറ്റവും വലിയ കുഴപ്പം. നോക്കുക, എത്ര സംസ്കാരശൂന്യരായ മനുഷ്യന്മാരായ അത് ഇവിടെ ഉള്ളതെന്ന് ആലോചിച്ച് നോക്കുക. ഒരു ശകലമെങ്കിലും ഒരു തലച്ചോറ് എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ, ബുദ്ധി ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പണി കാണിക്കും അല്ലെ? ഇത്രയും പേടിപ്പിച്ച ഞാൻ എനിക്ക് പൊട്ടിയായി പോകുന്നു. ഞാൻ മന്ദബുദ്ധിയായി പോകുന്നു. പപ്പയുടെ കയറിക്കുന്നോ? ഇല്ല. സമ്മർ പാലസ് കൊടൈക്കനാലില് റൂം നമ്പർ 309. ഇതാ 4 ബെഡ് റൂം, ഫുൾ സെറ്റ്. ഇതിനകത്തൊരു നല്ലൊരു മണമുണ്ടല്ലേ? ഒരു യൂക്കാലിപ്സിന്റെ മണമോ അങ്ങനെ എന്തൊരു മണമോ അല്ലേ? ബാത്റൂം വലിയ കുഴപ്പമില്ല അല്ലേ? അടുത്തൊരു റൂം ഇങ്ങേറ്റം 307, 307. 307 ഒരു ക്യൂൻ ബെഡ് സൈസ് ഉണ്ട്. ഇത് സെറ്റാണ്. ഇതും ഒക്കെയാണ്, വലിയ കുഴപ്പമില്ല. സെയിം അതേ ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്.